Okay, the last class we discussed that how many different triangles of same area can be drawn without changing the length of the two sides. ഇതാണ് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ. ഇത് രണ്ട് വശങ്ങളുടെയും അളവുകൾ മാറ്റാതെ നമുക്ക് ഏരിയ സെയിം ആക്കിക്കൊണ്ട് എത്ര ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. രണ്ട് ഡിഫറെൻറ്റ് ട്രയാങ്കിൾസാണ് നമുക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത വർക്ക് ഔട്ട് അതായിരുന്നു. ദെൻ നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് what is quadrilateral and triangle in this chapter. ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 വശങ്ങളിലാണ്. ക്വാഡ്രിലേറ്ററലിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്സ് ആണ് റെക്റ്റാങ്കിളും സ്ക്വയറും റോംബസും ട്രപ്പീസിയം എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ സ്പെഷ്യൽ ടൈപ്സ് ആണ്. അപ്പോൾ ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ 4 വശങ്ങളിൽ, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ദ ലീസ്റ്റ് പോളിഗൺ ദറ്റ് ഈസ് ഹാവ് 3 സൈഡ്സ്. ട്രയാങ്കിളും ക്വാഡ്രിലേറ്ററും തമ്മിൽ നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ദർ ഈസ് എ ക്വാഡ്രിലേറ്റർ ഹിയർ and we want to form a triangle which has the same area of this quadrilateral. ഈ ക്വാഡ്രിലേറ്ററലിൻ്റെ സെയിം ഏരിയ ഉണ്ടാകുന്ന ഒരു ട്രയാങ്കിളിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഐഡിയ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വി ക്യാൻ ഡ്രോ ദ ഡയഗണൽ ഓഫ് ദിസ്. ഈ ക്വാഡ്രിലേറ്ററലിൻ്റെ ഡയഗണൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഈ ക്വാഡ്രിലേറ്ററലിൻ്റെ ഡയഗണൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഡയഗണൽ എന്ന് പറയുന്നത്? എന്താണ്? ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സസ് ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയഗണൽ. അപ്പോൾ ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാഡ്രിലേറ്റർ ഇപ്പോൾ 2 ട്രയാങ്കിളായിട്ട് പാർട്ടായിട്ടുണ്ട്. അതൊന്ന് ഒരു ബിഗ് ട്രയാങ്കിൾ ആൻഡ് അനദർ സ്മോൾ ട്രയാങ്കിൾ ഹിയർ. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അനദർ ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ആ ട്രയാങ്കിളും ഇതും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു ബിഗ് ട്രയാങ്കിൾ വരുന്ന രൂപത്തിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും ഇതിന് ക്വാഡ്രിലേറ്റർ ഫോമാണ്, പക്ഷെ നമ്മുടെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ ഇതിന് എന്ത് കിട്ടും? ഒരു ബിഗ് ട്രയാങ്കിളിൻ്റെ ഫോം കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബേസ്, ഈ ട്രയാങ്കിളിൻ്റെ ഈ ബേസ് കണക്കാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രയാങ്കിളിന് തുല്യമായിട്ട് വേറൊരു ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ എന്താ ചെയ്യൽ? ഈ ബേസിനാണ് കണക്കാക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഈ ബേസിൻ്റെ പാരലൽ വരയ്ക്കണം. ഈ ബേസിൻ്റെ പാരലൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരയ്ക്കണം. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചു. നൗ യു വോണ്ട് യൂസ് വാട്ട്? നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ യൂസ് ചെയ്യണം. സ്കെയിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കൃത്യമായിട്ട് വെക്കണം. സ്കെയിൽ വെച്ചു. ഇനി ആരെ മൂവ് ചെയ്യണം? നമ്മൾ ഈ പ്രൊട്രാക്ടർ, ഈ സെറ്റ് സ്ക്വയറിനെ നമ്മൾ മൂവ് ചെയ്യണം. സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ പോവാം? സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ എത്തും. ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ സെറ്റ് സ്ക്വയർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ സെറ്റ് സ്ക്വയർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു വര വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിനെ നമുക്ക് 2 പാരൽ സൈഡ്സിൻ്റെ ഇടയിൽ മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ലൈന്, നമ്മളുടെ ബേസ് ലൈന്, ഈ ട്രയാങ്കിളുടെ ബേസ് ഉണ്ടല്ലോ, ഈ ട്രയാങ്കിളുടെ ബേസ് ലൈന് നമ്മൾ നീട്ടി വരയ്ക്കണം. ബേസ് ലൈൻ നീട്ടി വരയ്ക്കുകയാണ്. ഈ ട്രയാങ്കിളുടെ ബേസ് ലൈൻ ഇപ്പോൾ നീട്ടി വരച്ചതിന് ശേഷം നമ്മൾ നോക്കൂ, ഇവിടെ നിൽക്കുന്ന ഈ ട്രയാങ്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക്, ഇവിടെ ഉള്ള ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, ഈ ബേസിലേക്കാണ് വരച്ച്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ബേസിലേക്ക് കറക്റ്റായിട്ട് ഈ ബേസിലേക്കാണ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഈ പറഞ്ഞ മഞ്ഞ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ മഞ്ഞ ട്രയാങ്കിൾ, ആ മഞ്ഞ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ആയിരിക്കും നമ്മളിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ആ ചെറിയ ട്രയാങ്കിളിനെ നമ്മൾ ഈ ട്രയാങ്കിളിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ എന്തായി മാറി? ഒരു ബിഗ് ട്രയാങ്കിളായിട്ട് മാറി. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട യെല്ലോ റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയ ആയിട്ട് ഒരു ട്രയാങ്കിളാണ് ഇപ്പോൾ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തത്. അതാണ് നമ്മൾ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഏത് റെക്റ്റാങ്കിളാണ്? റെക്റ്റാങ്കിൾ ക്വാഡ്രിലേറ്റർ തന്നിട്ടുണ്ട്. ഏത് ക്വാഡ്രിലേറ്റർ? ഗിവൺ ക്വാഡ്രിലേറ്റർ. ഈ ഗിവൺ ക്വാഡ്രിലേറ്ററാണ് നമ്മളെടുത്ത് തന്നിരിക്കുന്നത്, ഈ മൊത്തത്തിലുള്ള ക്വാഡ്രിലേറ്റർ. നമ്മൾ എന്ത് ചെയ്തു? നമ്മളതിനെ ഫസ്റ്റ് എന്ത് ചെയ്തു? ഒരു ഡയഗണൽ വരച്ചു. ഈ ഡയഗണൽ വരച്ചുകൊണ്ട് അതിനെ പാർട്ടാക്കി.
അപ്പോൾ നമ്മളെടുത്ത് എന്ത് കിട്ടി? നമ്മൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ട്രയാങ്കിൾ നമ്മൾ മാപ്പ് ചെയ്യാൻ പോവുക. അതിന് ഇതിന് പാരലായിട്ട് വര വരച്ചു. ഈ ലൈനിന് പാരലായിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ ഇതിലൂടെ ഒരു വര വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ബേസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തു. ബേസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ കൂട്ടിമുട്ടി. ഈ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഈ പോയിന്റിലേക്ക് കൃത്യമായിട്ട് മടക്കി വരച്ചു. അപ്പോൾ നമുക്ക് ഈ രണ്ട് ബ്ലൂ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ദേ ആർ ലൈസ് ബിറ്റ്വീൻ സെയിം പാരലൽ ലൈൻസ് ആൻഡ് വിത്ത് സെയിം ബേസ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വലാണ്. അതുകൊണ്ട് മൊത്തം കണ്ട റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇപ്പോൾ ലാസ്റ്റ് കണ്ട ട്രയാങ്കിളിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വാഡ്രിലേറ്ററിന് മാത്രമല്ല, നമുക്ക് പോളിഗൺ, ഏത് പോളിഗണിനെയും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ക്വാഡ്രിലേറ്ററിൽ 4 സൈഡിലുള്ളതിന് നമ്മൾ ക്വാഡ്രിലേറ്റർ എന്ന് പറയുക. അടുത്തത് നെക്സ്റ്റ് പെൻറ്റഗൺ ആണ്. പെൻറ്റഗൺ ഹാസ് 5 സൈഡ്സ്, 5 സൈഡുള്ള പെൻറ്റഗണ് നമ്മൾ എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിലേക്ക് മാപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു സ്മോൾ പെൻറ്റഗൺ ഇവിടെ ഉണ്ട്. സ്മോൾ പെൻറ്റഗൺ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രയാങ്കിളായിട്ട് പാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് ഒരു ട്രയാങ്കിളാക്കി പാർട്ട് ചെയ്തു. അടുത്ത അതേമാതിരി നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു ഡയഗണൽ ഇവിടെയും വരച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വേറെ ട്രയാങ്കിൾ ഇപ്പുറത്ത് നമുക്ക് പാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ട്രയാങ്കിളിലെയും നമ്മൾ എന്ത് ചെയ്തു? പാർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ട്രയാങ്കിളിനും ഈക്വലായിട്ട് നമുക്ക് ഇതേപോലെ ബേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? 2 ട്രയാങ്കിൾസിനെ മാപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ബേസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വലുതാക്കി നീട്ടി വരയ്ക്കാം. ബേസിനെ നമുക്ക് ഫസ്റ്റ് തന്നെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ബേസിലേക്കാണ് നമുക്ക് അടുത്ത 2 ട്രയാങ്കിൾ മാപ്പ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ട്രയാങ്കിളിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഈ പാരലൽ ലൈനാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഈ പാരലൽ ലൈൻ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്കെയിൽ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്യണം. സ്കെയിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡിൽ സ്കെയിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിനെ മൂവ് ചെയ്യിക്കണം. ഇതിനെ മൂവ് ചെയ്യിക്കുക അറിയുമ്പോൾ സെറ്റ് സ്ക്വയറിനെ മൂവ് ചെയ്യുമ്പോൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്യും. സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എത്തിയിട്ട് നമ്മൾ അതിന് പാരലൽ ലൈൻ വരയ്ക്കണം. പാരലൽ ലൈൻ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും. പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഇത് ടച്ച് ചെയ്യും. പാരലൽ ലൈൻ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്കെയിൽ മാറ്റിയിട്ട് നമുക്ക് ഈ പോയിന്റിലേക്ക് അവിടുന്ന് വരയ്ക്കണം. ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് നമുക്ക് ഈ സൈഡിൽ നിന്നും ഈ പോയിന്റിലേക്ക് കൃത്യമായിട്ട് വരയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ. ഈ ഗ്രീൻ ട്രയാങ്കിളിന് പകരം നമുക്കൊരു ട്രയാങ്കിളിനെ ഇവിടെ വരയ്ക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ ട്രയാങ്കിളിനെ വീണ്ടും മാപ്പ് ചെയ്യണം. ആ ചെറിയ ട്രയാങ്കിളിനെ മാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പാരലൽ ലൈൻ വരയ്ക്കും. ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് പാരലൽ ലൈൻ ഇങ്ങനെയാണ് വരയ്ക്കുക. ഈ പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ തെറ്റിക്കരുത്, നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എവിടെ എത്തി? അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പാരലൽ ലൈന് കറക്റ്റായിട്ട് വരയ്ക്കണം. പാരലൽ ലൈൻ വരച്ചു. ഈ പാരലൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ട്രയാങ്കിളാണ് കിട്ടിയത്. അപ്പോൾ ഈ ട്രയാങ്കിളിനെ നമ്മൾ ഇനി ഇവിടുന്ന് ഇതിലേക്ക് വരയ്ക്കണം. ഇവിടുന്ന് ഇതിലേക്ക്, അവിടുന്ന് അതിലേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആ ട്രയാങ്കിളിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്തു. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടോ, ഈ ഗ്രീൻ ട്രയാങ്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ട്രയാങ്കിൾ നമ്മൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ട്രയാങ്കിൾ മൂവ് ചെയ്തു. അപ്പോൾ ആദ്യം കണ്ട പോളിഗൺ, അതായത് പെൻറ്റഗൺ, ആ പെൻറ്റഗണ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബിഗ് ട്രയാങ്കിൾ, ഇത് മൊത്തം ഇവിടുന്ന് ഇവിടെ എത്തി പോകുന്ന ഒരു ബിഗ് ട്രയാങ്കിളാണ് ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് ഏത് പോളിഗണെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് ഈക്വൽ ഏരിയ ട്രയാങ്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. Okay, now we discuss the problems in page number 15. And first of all, I want to say you that you want to discuss or you want to write the problem with your own thoughts. And only after, if you have any doubt, then only you take the help of this video. Then only you can improve your thoughts or your mathematical logics. Then first problem, we can see, draw the 2 quadrilaterals shown below in your notebook. Draw triangles of the same area and calculate the area the length may be measured എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ക്വാഡ്രിലേറ്ററിൽ ആദ്യം നിങ്ങളെ നോട്ട് ബുക്കിൽ വരയ്ക്കണം. വരച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഏരിയയുള്ള ക്വാഡ്രിലേറ്റർ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം നേരത്തെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. എങ്കിൽ കൂടി ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് പ്രോബ്ലം ഹൗ യു ഡ്രോ ദ
figure in your notebook. നമ്മൾ ഈ ഫിഗർ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കും? ഈ 5 സെൻറ്റിമീറ്റർ വരയ്ക്കും. ഓക്കെ, സ്കെയിൽ ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്റർ വരയ്ക്കും. പിന്നെ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ പൊട്രാക്ടർ വെക്കണം. ഇവിടെ പൊട്രാക്ടർ വെച്ചിട്ട് നെക്സ്റ്റ് നിങ്ങൾ വരയ്ക്കേണ്ടത് എത്രയാണ്? ഈ ആംഗിളാണ് വരയ്ക്കേണ്ടത്. ദറ്റ് ഈസ് 80 ഡിഗ്രി ആംഗിൾ വരയ്ക്കും. 80 ഡിഗ്രി ആംഗിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ലെങ്ത്ത് കിട്ടും. ആ ലെങ്ത്തിൽ നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യണം? 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഈ ആംഗിളാണ് വരയ്ക്കേണ്ടത്. ദറ്റ് ഈസ് 120 ഡിഗ്രി ഈസ് ദർ. 120 ഡിഗ്രി പൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ പൊട്രാക്ടർ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇവിടെ പൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി വരും. അപ്പോൾ ലെങ്ത്ത് കിട്ടും 4 സെൻറ്റിമീറ്റർ കിട്ടും. 4 സെൻറ്റിമീറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത പോയിന്റ് വീണ്ടും ജോയിൻ ചെയ്താൽ ദ റിക്വയർഡ് റെക്ടാങ്കിൾ ഈസ് ഡ്രോൺ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് we want to construct a triangle of same area എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താണ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ ചെയ്യാൻ എന്താ ആദ്യം ചെയ്തത് നമുക്കറിയാം. നമ്മൾ യു വാണ്ട് ടു സ്കെയിൽ ആൻഡ് സ്കെയിൽ വിത്ത് യു ഡ്രോ ദ ഡയഗണൽ. ഫസ്റ്റ് എന്താ വരച്ച്? ഡയഗണൽ വരച്ചു. അപ്പോൾ ഡയഗണൽ വരയ്ക്കാൻ എളുപ്പമാണ്. ഡയഗണൽ വരച്ച് കഴിഞ്ഞു. പിന്നെന്ത് ചെയ്ത്? ഡയഗണലിൻ്റെ അപ്പർ പാർട്ടിൽ ട്രയാങ്കിൾ ഉണ്ടാവും. ആ ട്രയാങ്കിളിൻ്റെ എന്ത് ചെയ്യണം? നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഈ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബേസിലേക്ക് ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെറ്റ് സ്ക്വയർ വയ്ക്കുന്നു. സെറ്റ് സ്ക്വയർ വെച്ചതിന് ശേഷം കറക്റ്റാക്കി സെറ്റ് സ്ക്വയർ ഇവിടെയാണ് കറക്റ്റായിട്ട് ലീനിയർ വയ്ക്കേണ്ടത്. അത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്കെയില് കറസ്പോണ്ടിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെറ്റ് സ്ക്വയറിനെ മൂവ് ചെയ്യുന്നു. സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? പാരലായിട്ട് ഇവിടെ എത്തുന്നു. പാരലായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു വലിയ വര വരയ്ക്കണം. ആ വലിയ വരച്ച വര നിങ്ങൾ പിന്നെ എവിടേക്ക് മാപ്പ് ചെയ്യണം? ഈ ബേസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ബേസിനെ നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം. ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പോവും. ബേസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോവും. അങ്ങനെ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റിൽ നിന്നും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത ഈ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ഒരു ലൈന് വരയ്ക്കുന്നതോടുകൂടി നമുക്ക് ട്രയാങ്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഇതാണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ദ ഇക്വേഷൻ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്കിതിൻ്റെ 5 സെൻറ്റിമീറ്ററാണ് ഇവിടെ ഓൾറെഡി ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്യാം. വാട്ട് ഈസ് ദ ലെങ്ത്ത് ഓഫ് ദിസ് സൈഡ് എന്നുള്ളത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാം. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 0 up to that is 10 point not 0 മെഷർ ചെയ്യുമ്പോൾ ഇവിടെ ഏകദേശം ലെങ്ത്ത് കിട്ടും. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ലെങ്ത്ത് കിട്ടും. ഇവിടെ കൺസ്ട്രക്ഷൻ നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ലെങ്ത്ത് എടുക്കണം. അപ്പോൾ ഈ ലെങ്ത്ത് മെഷർ ചെയ്യുക. ആൻഡ് ദിസ് ലെങ്ത്ത് വി ക്യാൻ മെഷർ ആസ് 6 point or 8 point or 9. ഞാനിപ്പോൾ 9 ആണ് ഇവിടെ എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 9 into ദെൻ ഹൈറ്റ് മെഷർ ചെയ്യണം. ഹൈറ്റ് മെഷർ ചെയ്യുമ്പോൾ എങ്ങനെ മെഷർ ചെയ്യുക? ഹൈറ്റ് ഈസ് നോട്ട് ഗിവൺ ഹിയർ. ഹൈറ്റ് മെഷർ ചെയ്യണമെങ്കിൽ ഒറ്റ ചാൻസാണ്. കറക്റ്റ് ഹൈറ്റ് മെഷർ ചെയ്യണമെങ്കിൽ ഈ പോയിന്റിലൂടെ ഇവിടേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഈ പോയിന്റിലൂടെ ഇവിടെ പെർപെൻഡിക്കുലർ വരച്ചാൽ ശരിക്കും അതിൻ്റെ മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോൾ തൽക്കാലം ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് എടുക്കുക. ദെൻ ആ ലെങ്ത്ത് മെഷർ ചെയ്യുക. ദറ്റ് ഈസ് 3 point something. ദെൻ ഇത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. ദെൻ 9 into 3/2 ദറ്റ് ഈസ് കറക്റ്റ്. ഈ ഇൻറ്റിജർ ഇതെല്ലാം നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഏരിയ നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ സെറ്റ് ടു ബി ദാറ്റ് ദർ ഈസ് എ റെക്റ്റാങ്കിൾ. സെക്കൻഡ് റെക്റ്റാങ്കിൾ ഈസ് ദർ. ഈ സെക്കൻഡ് റെക്റ്റാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫിഗറാക്കി വരയ്ക്കണം. അതിനാദ്യം നമ്മൾ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കണം എന്നാണ് പറയുന്നത്. ഈ റെക്റ്റാങ്കിൾ വരയ്ക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ 4.5 സെൻറ്റിമീറ്റർ ആൻഡ് ഹിയർ 6 സെൻറ്റിമീറ്റർ ആൻഡ് ഹിയർ 7.5 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്ന് നമ്മൾ അറിയാണല്ലോ. ഈ റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണ്ടി വരും? ദർ ഈസ് എ
ഹെൽപ്പ് ഓഫ് കോമ്പസിൻ്റെ സഹായം വേണ്ടി വരും. ഈ ബേസ് ആദ്യം വരച്ചാൽ ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? 6. ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? 7.5 സെൻറ്റിമീറ്റർ. അതങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ 6 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം, നമ്മൾ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കുത്തിയതിന് ശേഷം 6 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. 6 സെൻറ്റിമീറ്ററിൽ ആർക്ക് വരയ്ക്കണം. പിന്നെ എന്താണുള്ളത്? 7.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ കോമ്പസിൽ 7.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ 7.5 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്തിട്ട് ഈ 7.5 സെൻറ്റിമീറ്ററിൽ 2 ആർക്കും ജോയിൻ ചെയ്യുന്ന പോയിന്റ് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പോയിന്റിലേക്ക് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ വരയ്ക്കാൻ പറ്റുള്ളൂ, ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇത് വരയ്ക്കണമെങ്കിൽ ഇവിടുന്ന് കോമ്പസിൽ എത്ര എടുക്കണം? 4.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കണം. ആ ആർക്ക് നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു ആർക്ക് വരയ്ക്കണം. നോട്ട് ബുക്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്കിത് മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ഇത് രണ്ടും നമുക്ക് നീട്ടി വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് നമുക്ക് ഈ ബേസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രയാങ്കിളിൻ്റെ ഈ ബേസ് നീട്ടിയിട്ട് നമുക്ക് ഇതിലൂടെ പാരലൈൻ കടത്തി വിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ ഇങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ ട്രയാങ്കിൾ എന്ത് കിട്ടും? ദ റിക്വയർഡ് ട്രയാങ്കിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Draw a rhombus of side 6 cm and one angle 60 degree. Then draw a right triangle of the same area എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Then you want to consider the rhombus of side 6 cm. അപ്പോൾ സ്കെയിൽ എടുത്തുകൊണ്ട് സൈഡ് എത്ര വരയ്ക്കും? 6 cm സൈഡ് വരയ്ക്കും. അത് വരച്ചതിന് ശേഷം ഇവിടെ എത്ര ആംഗിൾ വരയ്ക്കണം? പൊട്രാക്ടർ. യു വാണ്ട് ടു യൂസ് പൊട്രാക്ടർ ഇവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? 60 ഡിഗ്രി, ഈ മെഷർ പറഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രി മെഷർ ചെയ്യണം. പിന്നെ ഈ ലെങ്ത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യണം. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ കിട്ടും. ദെൻ ഈ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുന്ന് കോമ്പസ് വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യും. ഇവിടുന്ന് കോമ്പസ് വെച്ച് ഒരു ആർക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ 6ഉം മാപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ 6 വരച്ചതല്ല. അപ്പോൾ നമുക്ക് ഈ റോംബസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞു. നെക്സ്റ്റ് വാട്ട് വി വാണ്ട് ടു റൈറ്റ് ട്രയാങ്കിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് വിത്ത് സെയിം ഏരിയയിൽ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡയഗണൽ വരച്ച് ഡിവൈഡ് ചെയ്തു. ഈ ബേസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസ് നീട്ടി വരച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇതിന് പാരലായിട്ട് ഇവിടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ട് ചെയ്താണ്. ഇതിൽ സെറ്റ് സ്ക്വയർ വെക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് പാരലായിട്ട് നമ്മൾ ഇതിലാണ് പാരൽ ലൈൻ വരയ്ക്കുക. ഇതിൽ നമ്മൾ നേരെ പാരൽ ലൈൻ വരയ്ക്കുന്നു. അതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ട്രയാങ്കിളിനെയാണ്, ഇപ്പോൾ ഈ കാണുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇവിടേക്ക് മാപ്പ് ചെയ്യേണ്ടത്. മാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതാണ് മാപ്പിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആംഗിൾ കറക്റ്റ് വെച്ച് നോക്കുക. ഇത് കറക്റ്റ് ആ കൺസ്ട്രക്ഷൻ പ്രകാരം 90 ഡിഗ്രി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സെറ്റ് സ്ക്വയർ വെക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? ആ 90 ഡിഗ്രി കറക്റ്റായിട്ട് ഇവിടെ വരിക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 90 ഡിഗ്രി ആയി കഴിഞ്ഞു. നമുക്ക് ഈ ട്രയാങ്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ട്രയാങ്കിൾ ഇവിടെ കിട്ടി. വേറെ മൊത്തം നോക്കുമ്പോൾ ഈ മൊത്തം ട്രയാങ്കിൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ട്രയാങ്കിൾ എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് ഇനി. അപ്പോൾ നമ്മൾ നേരത്തെ തന്ന റോംബസിന് തുല്യം ഏരിയയിലുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളാണ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത ABC എന്ന് പറയുന്ന ട്രയാങ്കിളിലൂടെ കാണാനുണ്ട്. ആ ട്രയാങ്കിൾ ആദ്യം കണ്ട റോംബസിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളാണെന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ എ റെഗുലർ പെൻറ്റഗൺ ആൻഡ് ദെൻ എ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ, കാൽക്കുലേറ്റ് ദ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ വരയ്ക്കണം. ഹൗ വി കൺസ്ട്രക്ട് റെഗുലർ പെൻറ്റഗൺ? ഒരു റെഗുലർ പെൻറ്റഗൺ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫ് ദ സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളെടുത്തുണ്ട് സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതി? സൈഡ് 5 സെൻറ്റിമീറ്റർ എന്നുള്ള ലെങ്ത്ത് വരച്ചു. പിന്നെ നമ്മൾ റെഗുലർ പെൻറ്റഗണെ പറ്റി മനസ്സിലാക്കേണ്ടത് ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം, നമുക്ക് എല്ലാ സൈഡും 5 ആണ്. ഈ ആംഗിൾ നമുക്ക് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഈ ആംഗിൾ ഇവിടുന്ന് വരയ്ക്കേണ്ട ആംഗിൾ എത്രയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അടുത്ത ആംഗിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ
ഈ റെഗുലർ പെൻറ്റഗണിൻ്റെ നമുക്ക് ഈ ഔട്ടർ ആംഗിളാണ് എപ്പോഴും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നല്ലത്, മെഷർ ചെയ്യാൻ നല്ലത്. കാരണം ഏത് പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് 360 ആണ്. 360 ക്വാഡ്രിലേറ്ററലാണെങ്കിലും പെൻറ്റഗൺ ആണെങ്കിലും ഹെക്സഗൺ ആണെങ്കിലും ഏതിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് 360. അപ്പോൾ പെൻറ്റഗൺ ആകുമ്പോൾ എത്ര ആംഗിൾ ഉണ്ടാവും? 5 ആംഗിൾ ഉണ്ടാവും. 360/5 എന്ന് പറയുമ്പോൾ 7 5 35, ബാക്കി 2 10 10 എത്ര ഉണ്ടായിരിക്കും? 2 72. ദർഫോർ ദിസ് ഔട്ടർ ആംഗിൾ 72. ഈ ഔട്ടർ ആംഗിൾ 72 വരയ്ക്കുന്നതോടുകൂടി നമുക്ക് ഇന്നർ ആംഗിൾ എത്ര കിട്ടും? ഇന്നർ ആംഗിൾ 108 കിട്ടും. ഇന്നർ ആംഗിളും കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്നർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ വെച്ചാൽ n-2 × 180 n-2 × 180/n ആണ് ഇന്നർ ആംഗിൾ. n-2 × 180/n ആണ്. n is 5. അപ്പോൾ 3 × 180 /5 കിട്ടും. 3 × 180/5 കിട്ടിയാലും 108 കിട്ടും. ഞാൻ 72 ചെയ്യാൻ കാരണം 72 കണ്ടുപിടിക്കലാണ് എളുപ്പം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ 72 വരച്ച് കഴിഞ്ഞാൽ ഈ പെൻറ്റഗണിൻ്റെ ഈ സൈഡ് കിട്ടി. ദറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം? ഇനി 108 മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പുറമെ നമുക്ക് എന്ത് ചെയ്യാം? 72 വരയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? ഈ സൈഡ് കിട്ടും. അപ്പോൾ ഇതും 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടുന്ന് 5-ൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അങ്ങനെ ആർക്ക് വരയ്ക്കുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു ഗെറ്റ് ഇത് റെഗുലർ പെൻറ്റഗൺ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള റെഗുലർ പെൻറ്റഗൺ കൃത്യമായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് വരച്ചിട്ടില്ല, നമ്മൾ അതിൻ്റെ റഫ് ഫിഗറാണ് വരച്ചത്. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ കിട്ടി. റെഗുലർ പെൻറ്റഗൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഈ ഡയഗണൽ വരയ്ക്കണം. ഈ ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ ഇതിന് പാരലായിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരയ്ക്കേണ്ടത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലൂടെ പാരലൈൻ വരയ്ക്കണം. അതിലൂടെ പാരലൈൻ വരച്ചാൽ ഈ പോയിൻ്റ് നേരെ ഇതിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ട്രയാങ്കിളിനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ ട്രയാങ്കിളിനെ നമ്മൾ ഇതിലേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിൻ്റെ ഇതിൽ ഡയഗണൽ വരയ്ക്കണം. അതിൽ ഡയഗണൽ വരച്ചാലോ ഇതിന് പാരലായിട്ട് ഇതിലൂടെ ഈ വെർട്ടെക്സിലൂടെ പാരലൈൻ വരയ്ക്കണം. അതിന് വരച്ച് കഴിഞ്ഞാലോ നമ്മൾ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആദ്യത്തെ കേസിൽ പറഞ്ഞ നമ്മൾ ഈ ട്രയാങ്കിളിനെ നേരെ ഈ ബേസിലേക്ക് മാപ്പ് ചെയ്യണം. ബേസ് നീട്ടി വരയ്ക്കാനുണ്ട്. ബേസ് നമ്മൾ നീട്ടി വരച്ച് വെച്ചിട്ടുണ്ടാവണം. ഈ ബേസ് നീട്ടി വരച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു ട്രയാങ്കിൾ, ഇവിടെ വീണ്ടും ഒരു പുതിയ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് എ എന്ന് കൊടുക്കാം, ഇത് ബി എന്ന് കൊടുക്കാം, ഇത് സി എന്ന് കൊടുക്കാം. അപ്പോൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഈ റെഗുലർ പെൻറ്റഗണിന് തുല്യമായിട്ടുള്ള ട്രയാങ്കിൾ നമ്മൾ കിട്ടി. ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇനി ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ യു വാണ്ട് ടു മെഷർ BC. ഈ BC എന്നുള്ള ലെങ്ത്ത് നിങ്ങൾ മെഷർ ചെയ്യുക. പിന്നെ റൈറ്റായിട്ട് മിഡിലായിട്ട് ഈ ഹൈറ്റ് മെഷർ ചെയ്യുക. ഈ BC ഇൻറ്റു ഹൈറ്റ് ചെയ്യുക. ഹാഫ് BC ഇൻറ്റു ഹൈറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഏരിയ, റിക്വയർഡ് ഏരിയ യു ഗെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ പിക്ചർ ഷോ as a rectangle is divided into two parts. Instead of broken line separating these parts, draw a straight line to divide the rectangle into two other parts of the same area. Calculate the area of the parts. ക്വസ്റ്റ്യൻ പറയുന്നത് ഈ റെക്റ്റാങ്കിളിന് നമുക്ക് രണ്ട് ബ്രോക്കൺ ലൈൻസ് ഉണ്ടല്ലോ. ഇതൊരു ബ്രോക്കൺ ലൈൻ, ഇതൊരു ബ്രോക്കൺ ലൈനാണ്, ഇതൊരു ബ്രോക്കൺ ലൈനാണ്. ഈ ഒരു ബ്രോക്കൺ ലൈനും ഈ ബ്രോക്കൺ ലൈനും കൂടിയിട്ട് രണ്ട് ഈക്വൽ പാർട്സ് ആക്കുന്നതിന് പകരം ഈ രണ്ട് ബ്രോക്കൺ ലൈനും കൂടി ഒരു സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടാക്കാൻ പറ്റുമോ? അങ്ങനെ പാർട്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ആ രൂപത്തിൽ നമുക്ക് പാർട്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആ രൂപത്തിൽ പാർട്ടാക്കാൻ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ട്രയാങ്കിളിന് നമ്മൾ വരയ്ക്കുക. ഈ ട്രയാങ്കിൾ ഇവിടെ വരച്ചെടുക്കുക. ഈ ട്രയാങ്കിൾ വരച്ചതിന് ശേഷം നമുക്ക് ഇതിന് പാരലായിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ഈക്വലായിട്ട് വേറെ ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. എങ്ങനെയാണ്? ഈ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുകൂടെ പാരലൈൻ വരയ്ക്കണം. ഈ പാരലൈൻ വരയ്ക്കുമ്പോൾ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റിൽ നിന്നും നേരെ ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ ടച്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ
വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ പ്രശ്നം സോൾവായി. കാരണം ഇപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള യെല്ലോ ട്രയാങ്കിളിന് പകരം ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ബ്രോക്കൺ ലൈനിന് പകരം ഏത് ലൈൻ ഉപയോഗിക്കാം? ഈ ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഈ റെക്റ്റാങ്കിളിനെ, ടോട്ടൽ റെക്റ്റാങ്കിൾ നമ്മൾ രണ്ട് റെക്റ്റാങ്കിൾ ആക്കിയിട്ട് പാർട്ടാക്കി. അതായത് ഇപ്പോൾ ഇവിടെ എ, ഇത് ബി, ഇത് സി, ഇത് ഡി ഒരു റെക്റ്റാങ്കിളും ബി സി ഇ എഫ് റെക്റ്റാങ്കിൾ അല്ല കോർഡിനേറ്റർ ബി ഇ സി എഫ് ബി ഇ എഫ് സി എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ കോർഡിനേറ്റർ, രണ്ട് കോർഡിനേറ്ററായി. അപ്പോൾ ഈ രണ്ട് ബ്രോക്കൺ ലൈനും പകരം നമ്മൾ ഒറ്റ സ്ട്രിംഗിൾ ലൈൻ വരച്ചിട്ട് നമ്മൾ രണ്ട് പാർട്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. നമുക്കതിന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യത്തെ ഫിഗർ തന്നെ ഉപയോഗിക്കാം. ആദ്യത്തെ ഫിഗറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വര ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രപ്പീസിയം കിട്ടും. മുകളിൽ അപ്പർ പാർട്ടിൽ ഈ യെല്ലോ ട്രപ്പീസിയം, മുകളിലൊരു യെല്ലോ ട്രപ്പീസിയം, താഴത്തൊരു യെല്ലോ ട്രപ്പീസിയം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ട്രപ്പീസിയങ്ങളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ് ആണ്. സം ഓഫ് ദ പാരലൽ സൈഡ്സ് എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ മുകളിലത്തെ ട്രപ്പീസിയം നോക്കൂ, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി. വാട്ട് ഈസ് ദിസ് എ? ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത് ആണ് ഇതിൻ്റെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ദിസ് ഈസ് 3 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് 3 സെൻറ്റിമീറ്റർ, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. അത് 3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 എന്ന് എഴുതാം, പ്ലസ് 3 എന്ന് എഴുതാം, പ്ലസ് ആൻഡ് മുകളിൽ 1 സെൻറ്റിമീറ്റർ ആണ്, 3 + 1 ഇൻറ്റു ഹൈറ്റ്. ഇത് മൊത്തം 3 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, അതുകൊണ്ട് ഇത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 1 കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 3 + 1 4/2. 4/2 ഈസ് ഈക്വൽ 2 സ്ക്വയർ സെൻറ്റിമീറ്റർ. മുകളിലെ ട്രപ്പീസിയത്തിൻ്റെ 2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി താഴത്തെ ഒരു ട്രപ്പീസിയം ഉണ്ട്. സെയിം ഇക്വേഷൻ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു വട്ട് ഈസ് എ പാരലൽ സൈഡ്, ഇതുമാണ് പാരലൽ സൈഡ്, ഇതും പാരലൽ സൈഡ്സ്. അപ്പോൾ 2 പ്ലസ് ബി ദറ്റ് ഈസ് ദിസ് ലെങ്ത്. ഈ ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് 3 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. ദറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. ആ ലെങ്ത് 3 സെൻറ്റിമീറ്റർ ആണ്. 2 + 3 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് നോക്കൂ, ഈ ഹൈറ്റാണ് ഇവിടുന്ന് ഇവിടേക്കുള്ള ഹൈറ്റ്. ഈ ട്രപ്പീസിയത്തിൻ്റെ, ഈ യെല്ലോ ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് ദറ്റ് ഈസ് 2. അപ്പോൾ 2 ക്യാൻസലായ 2 + 3 = 5 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇത് മുകളിലെ ട്രപ്പീസിയം 2, താഴത്തെ ട്രപ്പീസിയം 5. അപ്പോൾ ടോട്ടൽ യെല്ലോ പാർട്ട്, യെല്ലോ ക്വാഡ്രിലേറ്റർ ഈക്വൽ ടോട്ടൽ എന്തായി മാറി? 7 സെൻറ്റിമീറ്റർ, 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയി. 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ആവും. ദെൻ ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ടോട്ടൽ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇത് 3, 2, 5, 5, ഇത് 3, 3 + 2 5, ഇത് 3. അപ്പോൾ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഗ്രീൻ പാർട്ട് എത്രയായിരിക്കും? 50 - 7 = ദറ്റ് ഈസ് 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഗ്രീൻ പാർട്ട്. ദറ്റ് ഈസ് ഓക്കെ.